വണ്ടാഴിയിൽ വ്യാഴാഴ്ച വൈകിട്ട് വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടുകൾ തകർന്നു. വണ്ടാഴി CVM LP സ്കൂളിന്റെ മേൽക്കൂരയും കാറ്റിൽ തകർന്നു. വണ്ടാഴി മുടപ്പല്ലൂരിൽ കാറ്റിൽ ആൽ വീണു 2 വീടുകൾ തകർന്നു. വണ്ടാഴി പയ്യാറോഡ് മന്നിലെ 80 വർഷം പഴക്കമുള്ള ആലാണ് കാറ്റിൽ വീണത്. സമീപത്തെ പ്രസന്ന ഉണ്ണികൃഷ്ണന്റെ വീട് പൂർണ്ണമായും കുമാരി ഉണ്ണിയുടെ വീട് 80% തകർന്നു. കതിരുത്സവത്തിന് കൂറ കൊണ്ടുപോകുന്ന മന്നമാണിത്. സ്ഥലം നിയുക്ത MLA TM ശശി, വില്ലേജ് ഓഫീസർ, വാർഡ് മെമ്പർ നൂർജഹാൻ എന്നിവർ സന്ദർശിച്ചു. പരമാവധി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് വീട്ടുടമകൾ ആവശ്യപ്പെട്ടു. ഓടിട്ട വീടാണ് തകർന്നത്. ഇന്നലെ പൂർണ്ണമായി കാറ്റും മഴയും വന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെരയിലേക്ക് ആലുമരം വീഴണമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ 2 രോഗികളാണ്. ചേട്ടനും അനിയന്മാരും നഷ്ടപ്പെട്ടു. 2 വീട്ടിലേക്കും ഭയങ്കരമായിട്ട് അപകടമാണ്. ഞങ്ങൾക്ക് ഇരിക്കാൻ വീടില്ല. ഞങ്ങൾ 2 ഡയാലിസിന് പോണ ആൾക്കാരാണ്, വ്യക്തികളാണ്. മരുന്നിലൂടെ ഓടിക്കൊണ്ട് പോകണം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വഴിയും ഇല്ലാണ്ട് ഞങ്ങൾ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രൂപൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടം ഒരുപാട് ഇതാകുന്നുണ്ട്. ഇരിക്കാൻ വീടില്ലല്ലോ. ഇനി ഞങ്ങൾ എവിടെ പോയി ഇരിക്കുക? ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീട് 2 വഴിക്കാർക്കും ഉടനെ വേണം. ഇന്നലെ കാറ്റും മഴയും വന്നിട്ട് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഞാൻ വർക്കിന് പോയിരിക്കുകയായിരുന്നു, പണിക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും വീട് തകർന്നു പോയി. 2 പിള്ളേരായിരുന്നു. പിള്ളേർ ആ സമയത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോൾ ഞാൻ പണി മാറി നമുക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. എനിക്കായിരുന്നു. ആൾ ഡയാലിസിസ് പേഷ്യൻ്റായിരുന്നു. മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഞാനും എൻ്റെ 2 മക്കളും. വലിയവൻ +1 പഠിക്കുന്നു, ചെറുത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് ഇനി വീടില്ല, പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും വീട് കെട്ടിത്തരി തന്നെ വേണം, ധനസഹായം തരണം എന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. എനിക്ക് പറയാനൊന്നും അറിയില്ല. ഭർത്താവ് മരിച്ചതിൻ്റെ സങ്കടം നേരം മാറിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത്. പണി മാറി നമുക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുമ്പോൾ മക്കളെ ആലോചിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വീട് ശരിയായി വേണം. സമീപത്ത് മറ്റു മരങ്ങളും കാറ്റിൽ വീണിട്ടുണ്ട്. വൈദ്യുത ബന്ധം നിലച്ചിരിക്കുകയാണ്. വാൽപ്പറമ്പ് പരമേശ്വരന്റെ വീടും തകർന്നു. ഈ വീട്ടിലെ 6 മരങ്ങളാണ് കടപുഴകി വീണത്. ഓടിട്ട വീടാണ് തകർന്നത്. ആളപായമില്ല. ഇന്നലത്തെ കാറ്റും മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. 8-10 മരങ്ങളെല്ലാം വീണ് വീട് നാശനഷ്ടമായി. ഇനി ഞങ്ങൾക്ക് ഇരിക്കാനുള്ള വാസയോഗ്യമല്ല ആ വീട്. എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ഒന്ന് കിട്ടുള്ള മാതിരി. പിന്നെ വില്ലേജിലും പഞ്ചായത്തിലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് അറിയില്ല. സാമ്പത്തികം കഴിവുള്ളവരല്ല. മൂപ്പര് വയ്യാണ്ട് സ്ട്രോക്ക് ആയിരിക്കുന്ന ആളാണ്. മരുന്നിനെ തികയില്ല. UTV ന്യൂസ്, പാലക്കാട്.